നമ്മൾ ആരെയും മുശ്രിക്കാക്കുന്നില്ല. നമ്മൾ മുശ്രിക്കാക്കുകയല്ല നമ്മളുടെ പണി. ഹജ്ജിന് ചെല്ലുന്നിടത്ത് ആരൊക്കെ വരുന്നുണ്ട്? അവിടെ അബൂജഹലുമാർ അവിടെ ഹജ്ജ് ചെയ്യുന്നു, ശിർക്ക് ചെയ്യുന്നവർ ഹജ്ജ് ചെയ്യുന്നു. അബൂജഹലിനെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിക്കാൻ സമ്മതിച്ചില്ല റസൂലുള്ള അവിടെ. കാരണം എന്താ വെച്ചാൽ അതുവരെ അവർ ചെയ്ത ഹജ്ജ് ശിർക്കിന്റെ ഹജ്ജാണ്. അള്ളാഹിനോടും പ്രാർത്ഥിക്കും, അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കും. അതുകൊണ്ട് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവർക്കുള്ള ആ ഹജ്ജ്, തൗഹീദ് സ്വീകരിച്ചവർക്കുള്ള ആ ഹജ്ജ്. തൗഹീദ് സ്വീകരിക്കാത്ത ഒരാൾക്ക് ഹജ്ജ് ഉണ്ടോ? ഇല്ല. നിസ്കാരം ഉണ്ടോ? ഇല്ല. സക്കാത്ത് ഉണ്ടോ? ഇല്ല. ഇവിടെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ അവിടെ ഹജ്ജിന് ചെല്ലുന്നത്, അല്ലേ? ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. അപ്പൊ അവിടെ തിരക്ക് കൂടുതലായി, ജനാധിക്യം വർദ്ധിച്ചു. മുവഹിദുകൾ മാത്രമാണ് ഒരു 5 ലക്ഷം ആളെ ഉണ്ടാവും വർഷാവർഷം ഹജ്ജ് ചെയ്യാൻ. നമ്മൾ ആരെയും മുശ്രിക്കാക്കുന്നില്ല. നമ്മൾ മുശ്രിക്കാക്കുകയല്ല നമ്മളുടെ പണി. ഇവിടെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ അവിടെ ഹജ്ജിന് ചെല്ലുന്നത്, അല്ലേ? ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. അപ്പൊ അവിടെ തിരക്ക് കൂടുതലായി, ജനാധിക്യം വർദ്ധിച്ചു. മുവഹിദുകൾ മാത്രമാണ് ഒരു 5 ലക്ഷം ആളെ ഉണ്ടാവും വർഷാവർഷം ഹജ്ജ് ചെയ്യാൻ. നമ്മൾ ആരെയും മുശ്രിക്കാക്കുന്നില്ല. നമ്മൾ മുശ്രിക്കാക്കുകയല്ല നമ്മളുടെ പണി. നജീബ് മുസ്ലിയാർ എന്ന് പറയുന്ന സംസ്ഥാന സുന്നികളുടെ ഒരേ ഒരു മൗലാന അദ്ദേഹം പറയട്ടെ, ശ്രദ്ധിക്കുക നിങ്ങൾ. അള്ളാഹുവിന്റെ റസൂലിന്റെ വാചകം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്, എന്റെ ഈ വചനങ്ങളിൽ, എന്റെ ഈ കരവല്ലവങ്ങളിൽ ഭൂമിയുടെ സകല ഖജാനകളുടെയും താക്കോലുകൾ നൽകപ്പെട്ടിട്ടുണ്ട്. പറഞ്ഞേക്കാം, നിങ്ങൾ മുശ്രിക്കുകളായി പോകും, നിങ്ങളിൽ ശിർക്ക് വന്നു പോകുമെന്ന് ഞാൻ ഒരിക്കലും നിങ്ങളെ പറ്റി ഭയപ്പെടുന്നില്ല, എന്റെ സമുദായത്തെ പറ്റി ഭയപ്പെടുന്നില്ല. എനിക്ക് ശേഷം ഒരിക്കലും എന്റെ സമുദായം നിങ്ങൾ ശിർക്കിലേക്ക് കടന്നു പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നില്ല. വലാകിൻ അഖാഫു അലൈക്കും അൻ തുനാഫിഖൂ ഫീഹാ. ദുനിയാവിന്റെ പളപളത്തിൽ മത്സരികളായി നിങ്ങൾ മാറും. ദുനിയാവിൽ നിങ്ങളുടെ മുഴുവൻ താല്പര്യവും പരിശ്രമവും കുടുങ്ങും. അതുമാത്രമാണ് എനിക്ക് ഭയം. അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി. ഈ ഉമ്മത്തിൽ ഇവരാരോപിക്കുന്നത് പോലുള്ള ഒരു ശിർക്കിന്റെ എന്തെങ്കിലും ഒരു ലാഞ്ചന വരുംകാലത്ത് തന്റെ ഉമ്മത്തിന്റെ എല്ലാ സംഭവ വികാസങ്ങളും കണ്ടറിഞ്ഞ് വഹീ മുഖേന അല്ലാഹു തആല ദർശിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ ശിർക്കിന്റെ കാര്യം നബി തങ്ങളെന്ന് പറയണ്ടേ? എവിടെയെങ്കിലും ഒരു ഹദീസോ ഈ പറയുന്ന അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു മാറ്റിക്കൊണ്ട ശിർക്ക്, ആ ശിർക്കിനെതിരെ നബി തങ്ങൾ സംസാരിച്ച ഒരൊറ്റ ഹദീസിന്റെ തുണ്ട് 75 കൊല്ലക്കാലം സുന്നികൾക്കെതിരെ ശിർക്കിന്റെ ആരോപണം ഉന്നയിച്ച് പട്ടുപാടി നടന്ന വഹാബികൾക്ക് തെളിയിക്കാൻ കഴിയുമോ? കാണൂല. നബിയുടെ ഒരൊറ്റ പ്രവചനങ്ങളിലുമില്ല. ആയത്ത് മുഴുവൻ അതാണെന്ന് ദുർവ്യാഖ്യാനം ചെയ്യുന്ന നിങ്ങൾ ഈ ഉമ്മത്തിലെ ശിർക്കിനെതിരെ തങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഹദീസ് ആ ശിർക്കിനെ ചൊല്ലി വേണം. ഇനി നോക്കൂ നിങ്ങൾ, ശദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഒരിക്കൽ വല്ലാത്ത കരച്ചിൽ. എന്റെ സുഹൃത്തുക്കൾ ചോദിച്ചു, മാലികുട്ടി എന്തിനാ കരയുന്നത്? അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് കേട്ടുപോയ ഒരു ഹദീസ് എനിക്ക് ഓർമ്മ വന്നു, അതാണ് കരയാൻ. എന്തേ? അള്ളാഹുവിന്റെ റസൂലിനെ ഞാൻ കേട്ടു അവിടുന്ന് പറയുന്നതായിട്ട്, ഞാൻ എന്റെ ഉമ്മത്തിനെ കുറിച്ച് പേടിക്കുന്നു. ശിർക്ക്, ഗൂഢമായ ശിർക്ക്, ഗൂഢമായി ഒളിച്ചു വെച്ച താല്പര്യങ്ങളും. ഏതാ ശിർക്ക്? ഇവിടെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ശിർക്കില്ല, ഇസ്തിഹാസയുടെ ശിർക്കില്ല. ഈ ഉമ്മത്തിന്റെ മേൽ പേടിക്കുന്ന ശിർക്ക് ഒരേ ഒരു ശിർക്ക്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ചോദിക്കുന്നു. ശദ്ദാദ് പറയുന്നു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് അതുശരിക്കു ഉമ്മത്തുക ബഅദക, തങ്ങൾക്ക് ശേഷം തങ്ങളുടെ സമുദായം ശിർക്കിൽ പെടുവോ? തങ്ങളാകെ 23 കൊല്ലക്കാലം വന്നത് ഖിയാമത്ത് നാൾ വരെ തൗഹീദ് ഇവിടെ സ്ഥാപിക്കാനല്ലേ? അങ്ങയുടെ ദൗത്യം പരാജയപ്പെട്ടുവെന്നോ? അങ്ങയുടെ സമുദായം തന്നെ, തൗഹീദിന്റെ സാക്ഷികളാകേണ്ട സമുദായം തന്നെ ശിർക്കിലകപ്പെടുമെന്നോ? എന്താണെന്ന് പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാൻ അതേ ശിർക്കിലകപ്പെടും. പക്ഷേ അമാ ഇന്നഹും ലാ യഅബുദൂന ശംസ വലാ ഖമറ വലാ ഹജറ വലാ വസന. സൂര്യാരാധനയില്ല, സൂര്യപൂജകരല്ല, ചന്ദ്രപൂജകരല്ല, ഇന്ദ്രപൂജകരല്ല, കല്ലുപൂജകരല്ല, വിഗ്രഹപൂജകരല്ല. എങ്കിലും ഔലിയാക്കന്മാരുടെ പൂജകൾ എന്നെങ്കിലും ഇവിടെ കൂട്ടിച്ചേർക്കരുതോ? അമ്പിയാക്കളുടെ പൂജകന്മാർ എന്നെങ്കിലും ഇവിടെ കൂട്ടിച്ചേർക്കരുതോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇബാദത്തിന്റെ ശിർക്ക് ഇവരിൽ വരികയേ ഇല്ല. വലാകിൻ യുറാഊന ബിഅഅ്മാലിഹിം, വലാകിൻ യുറാഊന ബിഅഅ്മാലിഹിം.
സ്വന്തം സൽക്രമങ്ങളെ കൊണ്ട് പ്രകടനപരത പുലർത്തുന്ന, മറ്റുള്ളവർ കാണാനും മറ്റുള്ളവരുടെ കയ്യടി മേടിക്കാനും മറ്റുള്ളവരുടെ പ്രശംസയ്ക്കും വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്യുന്ന ശിർക്ക്, അശ്ശിർക്കുൽ അസ്ഗർ എന്ന നബി തങ്ങൾ തന്നെ ഹദീസിൽ വിവരിച്ച ശിർക്ക്, ഇസ്ലാം ദീനിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കല്ല, എന്നിലും നിങ്ങളിലുമൊക്കെ കുടിക്കൊള്ളുന്ന ശിർക്ക്, എന്റെയും നിങ്ങളുടെയും ഒക്കെ അമലുകൾ പ്രതിഫലാർഹമല്ലാതായി പോകുന്ന ശിർക്ക്. എങ്കിലും എന്ന് ശരിക്ക് ഹൃദയം അറിഞ്ഞ് പശ്ചാത്തപിച്ചാൽ അള്ള പുറത്തു തന്നേക്കാവുന്ന ശിർക്ക്. രാജാതിരാജനായ നാഥ, ഞങ്ങളുടെ റിയായിലുള്ള ആ മഹാപാപത്തിന് ഞങ്ങൾക്ക് പൊറുക്കേണമേ തമ്പുരാനെ. റിയായില്ലാത്ത അമൽ ചെയ്യാനുള്ള സൗഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണമേ നാഥ. ആ ശിർക്കാണ് നിങ്ങളിൽ വരിക. അള്ളാഹുവിന്റെ റസൂൽ പറയാ, വശഹുവത്തുൽ ഖഫിയ്യ, ഗൂഢമായ താല്പര്യം എന്ന് പറഞ്ഞത് നബി തന്നെ വിവരിക്കുക. അതൊക്കെ മറ്റോലാരും വെറുതെ കൊണ്ടുകൊണ്ടാൻ കരുതി. അയ്യുസ്ബിഹ അഹദുഹും സ്വായിമ, നേരം കൊടുക്കുമ്പോൾ നോമ്പുകാരനാണ്. പിന്നെ എന്തോ ഒരു ഭൗതിക താല്പര്യം തോന്നിയിട്ട് അന്ന് നോമ്പം വഹിക്കും. ചെറിയ വിഷയങ്ങൾക്ക് ഫർലാക്കപ്പെട്ട നോമ്പ് പോലും ഒഴിക്കാൻ പ്രയാസമില്ലാത്ത ഇത്തരം ഗൂഢ താല്പര്യങ്ങൾ. എന്നിട്ട് ചോദിക്കും, അതിന് വല്ല മസാലയുണ്ടോ? വലിയൊരു ഉസ്താദ്, അതിന് വല്ല മസാലയുണ്ടോ? ഒന്ന് നോമ്പ് വയ്ക്കാം. ഇങ്ങനെയൊക്കെ ഒരു കാര്യമുണ്ട്, അതിന് നോമ്പ് വെക്കാൻ വല്ല മസാലയുണ്ടോ എന്നിങ്ങനെ ദുന്യാവിന്റെ താല്പര്യത്തിന് നോമ്പ് പോലും ഒഴിവാക്കാൻ തയ്യാറാകുന്ന ഗൂഢ താല്പര്യങ്ങളുമാണ് നിങ്ങളുടെ മനസ്സിൽ ഞാൻ പേടിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ശദ്ദാദിബിൻ ഔസ് പറയുന്നു, നമ്മളുടെ അമലുകളിൽ റിയായിനെയാണ് ഞാൻ പേടിക്കുന്നത്. നബിതങ്ങൾ പറഞ്ഞതാണല്ലോ ശിർക്ക് എന്ന്. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയട്ടെ, سمعت رسول الله صلى الله عليه وسلم يقول. ഇമാം അഹ്മദ് നിവേദനം ചെയ്താണ് ഞാൻ പറഞ്ഞ ഹദീസ്. ഇബ്നു കസീർ 104 പേജുകളിൽ ഈ ഹദീസ് വലാ യുശ്രികു ബിഇബാദത്തി റബ്ബിഹി അഹദാ എന്ന അൽഫഹത്തിന്റെ അവസാനത്തെ ആയത്ത് പറയുമ്പോൾ ആ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഈ ഹദീസുകളുണ്ട്. ഇനി ഒരു ഹദീസ് നോക്കൂ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ യസ്ഹബുൽ ലൈലു വന്നഹാർ ഹത്താ തുഅബദൽ ലാത്തു വൽ ഉസ്സ. വഹാബി സ്റ്റേജിൽ എപ്പോഴും കേൾക്കുന്ന ഹദീസാണ്. ശിർക്ക് വരൂല എന്ന് ഇങ്ങനെ സുന്നികൾ പറയും. ലാത്തയും ഉസ്സയും തന്നെ ഇബാദത്ത് എടുക്കപ്പെടും എന്ന് ഇവിടെ ഹദീസുണ്ട്. ഉണ്ട് മൗലവിമാരെ, ഉണ്ട് മുസ്ലിംമാരെ, ഉണ്ട്. ഹദീസ് മുഴുവനും പഠിക്കാത്തത് കൊണ്ടാണ്. ഹദീസ് പഠിക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ പറയാം, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് കേട്ടു, രാവും പകലും കാലഗതിപ്പെട്ടു കാലം കാലാന്തരത്തിൽ വന്നുകൊണ്ടേയിരിക്കും, വന്നും പോയും ഇരിക്കും. ലാത്തയും ഉസ്സയും ഇബാദത്ത് ചെയ്യപ്പെടുന്ന ഒരു വേളയും വരും. ഫഖുൽതു യാ റസൂലല്ലാഹ്, അപ്പൊ ഞാൻ പറഞ്ഞു, ആയിഷ പറയാ, അല്ലാഹുവിന്റെ റസൂലേ, ഇൻ കുൻത അദുന്നു ഹത്താ അൻസലല്ലാഹു അസ്സ വജൽ ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ. അല്ലാഹുവിന്റെ റസൂലിനെ അയച്ചിരിക്കുന്നത് സമ്പൂർണമായ ദീൻ അവതരിപ്പിക്കാനും എല്ലാ ദീനിനേക്കാളും ലക്ഷ്യം കൊണ്ട് മികച്ച ഖിയാമത്ത് നാൾ വരെ ഇത് നിലനിൽക്കുവാനുമാണ് ഈ ആയത്തിന്റെ താല്പര്യം. ഈ ആയത്ത് അവതരിപ്പിച്ചപ്പോൾ മുതൽക്ക് ഞാൻ ആലോചിച്ചു വരുന്നതും വിചാരിച്ചു വരുന്നതും അന്നകാലിക്കത്താം, ഈ ദീൻ സമ്പൂർണമായി ഇത് ഖിയാമത്ത് വരെ ഇത് നിലനിൽക്കുമെന്നാണ്. അങ്ങ് പറഞ്ഞു നോക്കുമ്പോ അങ്ങയുടെ സമുദായത്തിന്റെ അകത്ത് ലാത്തന്റെയും ഉസ്സയുടെയും ഒക്കെ ഇബാദത്ത് വരുമെങ്കിൽ പിന്നെ എന്തിനാണ് അങ്ങയുടെ ധർമ്മം? അങ്ങേ നിയോഗിച്ചത് എന്തിനാണ്? അങ്ങേ പ്രവാചകരാക്കി നിയോഗിച്ചതിന്റെ താല്പര്യം എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ അതുവരെ നിൽക്കൂലെങ്കിൽ, റസൂലുള്ളാഹിന്റെ ദീൻ അതുവരെ നിൽക്കൂലെങ്കിൽ എന്ന് ഞാൻ ചോദിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നഹു സയകൂനു മിൻ ദാലിക മാ ഷാ അല്ലാഹു അസ്സ വജൽ. എടി, എന്റെ ദീൻ തൗഹീദ് ഖിയാമത്ത് നാൾ വരെ നിൽക്കും. ശരിയാ, പക്ഷെ അള്ളാഹു ഉദ്ദേശിക്കുന്ന കാലം വരെ നിൽക്കും, പകരൂല. ഉമ്മത്ത് ശിർക്കിന്റെ അകത്തേക്ക് പോകാതെ തൗഹീദിന്റെ വാഹകരായി വക്താക്കളായി നിൽക്കും. എന്നിട്ട് നല്ലൊരു കാറ്റ് യമനിൽ നിന്ന് ഇങ്ങനെ അടിച്ചു വരും, മന്ദമാരുതൻ. ഈമാനിന്റെ ചെറിയ ഒരു കടകന്റെ അംശം തൂക്കമുള്ള ഈമാനുള്ള മുഴുവൻ പേരും മരിക്കും. അപ്പോ ഖിയാമത്ത് നാളിന്റെ അവസാനം, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളൊക്കെ വന്നു തീർന്നിട്ട് എല്ലാ സത്യവിശ്വാസികളെയും മരിപ്പിക്കുന്ന ഒരു കാറ്റ് വരുമെന്ന് റസൂലുള്ളാഹി. ആ കാറ്റ് വന്നാൽ ഒരു വിശ്വാസിയും ഇവിടെയില്ല, ഒരു പണ്ഡിതനും ഇവിടെയില്ല, ഒരു സ്വാലിഹും ഇവിടെയില്ല, ഒരു വലിയും ഇവിടെയില്ല, ഒരു സാധാരണക്കാരൻ മുസ്ലിം ഇവിടെയില്ല, സത്യവിശ്വാസത്തിന്റെ അംശമുള്ള ഒരാളും അവിടെയില്ല. അത്തരം ഒരവസ്ഥ വരുമ്പോൾ ഒരു നന്മയും അവശേഷിക്കാത്ത വെറും കെട്ടവരാകും.
അവരുടെ മേലാണ് ഖിയാമം സംഭവിക്കുക. ഫയർജിഊന ഇലാ ദീനി ആബാഇഹിം, അവർ ലാത്ത ഉസ്സാ ദൈവങ്ങളുടെ പൂജയിലേക്ക് തിരിച്ചു പോകും. അവർക്കുമേൽ ഖിയാമം സംഭവിക്കും. ശഫീഉനാ റസൂലുള്ളാഹി. ഖിയാമത്തിന്റെ തൊട്ട് മുമ്പത്തെ അവസ്ഥ വരെ ഈ സമുദായത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും വ്യക്തമാക്കിയ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനം ഈ ശിർക്ക് വരുന്നത് മൂമിൻ മുഴുവൻ മരിച്ചിട്ടാണ്. ലാത്തി യുദ്ധന്റെ ഇബാദത്ത് മുസ്ലിമീങ്ങളിൽ വരുന്നല്ല, എല്ലാ മൂമിനും മരിച്ചിട്ട് ഖിയാമത്തിന്റെ കയാരം മുഴങ്ങേണ്ട ജനത, ചണ്ടി ജനത, കെട്ട ജനത, അവരുടെ മേൽ ലാത്തയുടെ പൂജ വരുമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഔലിയാക്കന്മാരെ പൂജിക്കുമെന്നോ അമ്പിയാക്കളെ ഇസ്തിഗാസ് നടത്തുമെന്നോ ബദരീങ്ങളെ കാക്കണേ എന്ന് പറയുന്നോ എന്ന് അള്ളാന്റെ റസൂല് പറയാൻ മറക്കേ. ഇത് പറയാൻ തന്നെ ഇവരെ അള്ളാന്റെ റസൂല് നിയോഗിക്കേ? അതോ പുതിയ വഹ്യ് വല്ലതും ഇവർക്ക് ഇറങ്ങിയോ? മാഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം വിദണ്ഡവാദികളിൽ നിന്നും നമ്മെ രക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ സഹോദരന്മാരെ, ചുരുക്കത്തിൽ ശിർക്ക് എന്ന് പറയുന്നത് കേവലം വിശ്വാസപരമാണ്. തൗഹീദിന് വിരുദ്ധമായ വിശ്വാസത്തിനാണ് ശിർക്ക്. ഏക ദൈവത്തിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ദൈവം അല്ലാഹുവാണെന്ന് വിശ്വസിക്കുന്നത് തൗഹീദ്. ദൈവത്തിന്റെ എന്തെങ്കിലും ഒരു അംശം, ദൈവത്തിന്റെ ഏതെങ്കിലും ഒരു കുത്തക, എന്താ കുത്തക? ഇസ്തിഹ്ഖാഖുൽ ഇബാദ, ഇബാദത്തിനും പൂജക്കും ആരാധനക്കുമുള്ള അർഹത അല്ലാഹുവിന് മാത്രമുള്ളതാണ്. അത് ആർക്കെങ്കിലും ഉണ്ടെന്ന് വിശ്വസിച്ചാൽ ആ വിശ്വാസത്തിനാണ് ശിർക്ക്. അതാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ശിർക്കിനെ നിർവചിച്ചത്. ഇസ്ബാത്തു ശരീക ലില്ലാഹ് ബിമഅന വുജൂബിൽ വുജൂദി ഔ ബിമഅന ഇസ്തിഹ്ഖാഖിഹി ലിൽ ഇബാദ. ഇന്നും ഇന്നലെയുമുള്ള നിർവചനമല്ല. ഈ ഇസ്തിഗാസവാദികളൊക്കെ വന്ന കാലത്തും അതിനു മുൻപുമുള്ള നമ്മുടെ ഇമാമുകൾ വിവരിച്ചതാണ് ശിർക്കിന്റെ നിർവചനം. എന്താ നിർവചനം? ഇസ്ബാത്തു ശരീക ലില്ലാഹ്, അല്ലാഹുവിലേക്ക് ഷെയറുകാരനെ വിശ്വസിക്കുക. ബിമാനാ വുജൂബിൽ വുജൂദ്, അല്ലാഹുവിനെ പോലെ സ്വയംഭുവായ സ്വയം പരിചയപ്പനായ അല്ലാഹുവെ പോലെയുള്ള ഒരു ദൈവമുണ്ടെന്ന്. കമാലിൽ മജൂസ്, മജൂസികളിൽ ഞാൻ നേരത്തെ പറഞ്ഞ നല്ലതിനും നേട്ടത്തിനുമൊക്കെ ഒരു ദൈവം, കെടുതികൾക്കും ദാരുണമായ അനുഭവങ്ങൾക്കും വേറൊരു ദൈവം എന്ന് വിശ്വസിച്ചില്ലേ? അവരെ പോലെ വിശ്വസിച്ചാൽ ശിർക്കായി. ഔ ബിമാന ഇസ്തിഹ്ഖാഖിഹി ലിൽ ഇബാദ, അല്ലെങ്കിൽ ഈ ഷെയറുകാരനിക്ക് ഇബാദത്തിന് അർഹതയുണ്ട് എന്ന് മൂഢമായി വിശ്വസിച്ചാലും മതി, തെറ്റിദ്ധാരണയിൽ അകപ്പെട്ട് വിശ്വസിച്ചാലും മതി, അന്ധമായ അനുകരണം കൊണ്ട് വിശ്വസിച്ചാലും മതി. കമാല് അബദത്തിൽ ഔസാൻ, കാലാകാലങ്ങളിലുള്ള വിഗ്രഹാരാധകന്മാർക്ക് ഇതാണ് സംഭവിച്ചത്. അവരുടെ ബുദ്ധിജീവികൾ ന്യായം കണ്ടെത്തും ക്ഷേത്രദർശനത്തിന്, ക്ഷേത്ര ദൈവങ്ങൾക്ക്. പക്ഷേ ആ ക്ഷേത്ര ദൈവങ്ങൾക്ക് ബുദ്ധിജീവികൾ കാണുന്ന ന്യായം അധോജീവികൾ കാണൂല, സാധാരണ ജനങ്ങൾ അറിയൂല. അവർക്കവരുടെ കുലദൈവങ്ങളാണ്, അവർക്കവരുടെ പരമ്പരാ ദൈവങ്ങളാണ്, അവർക്കവരുടെ മതദൈവങ്ങളാണ്, അവർക്കവരുടെ സംസ്കാര ദൈവങ്ങളാണ്. അത്തരം ദൈവങ്ങളിൽ വിശ്വസിച്ചാലും അതിന് ഇബാദത്തിന്റെ അർഹതയുണ്ട്, പൂജയുടെ അർഹതയുണ്ട് എന്ന് വിശ്വസിച്ചാൽ ശിർക്കായി. കമാലി അബദത്തിൽ ഔസാൻ, വിഗ്രഹാരാധകരുടെ ശിർക്ക് അധികവും ഇങ്ങനെയാണ്. ഈ രണ്ടു തരത്തിൽ വിശ്വസിക്കുന്നതിനല്ലാതെ ശിർക്കെന്ന് പറയില്ല. കുഫറാണെങ്കിൽ പ്രവൃത്തി കൊണ്ടുവരാം, പക്ഷേ യഥാർത്ഥ കുഫറല്ല. നമ്മൾ കാഫറെന്ന് വിധി എഴുതും പ്രവൃത്തി കൊണ്ട്. കരുത്ത് കൊണ്ടുവരാം കുഫർ, വാക്ക് കൊണ്ടുവരാം കുഫർ. ശിർക്ക് അങ്ങനെ വരില്ല. ഇവിടെ കുഫർ വരുന്നത് പോലെ യാബദിരിങ്ങള് യാമുഹിയന്തി എന്ന് പറഞ്ഞപ്പോ വാക്കുകൊണ്ട് ശിർക്ക് വന്നു എന്ന് പറയുന്നവർ ശിർക്കിനെ പഠിച്ചിട്ടില്ല. മേലിൽ അവർ പഠിക്കേണ്ടിയിരിക്കുന്നു, നിർവചനമായും ഖുർആൻ കൊണ്ടും പഠിക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ അവരുടെ തെറ്റിദ്ധാരണകളെല്ലാം നീങ്ങും. ദൗർഭാഗ്യവശാൽ തെറ്റിദ്ധാരണ കൊണ്ട് ഈ കഴിഞ്ഞു കാണപ്പെട്ട മുഅ്മിനീങ്ങളെയും ഔലിയാക്കളെയും മുഴുവൻ ശിർക്കിലേക്ക്, അവർ അനുവദിച്ചതും അംഗീകരിച്ചതും ആരിഫീങ്ങൾ നടപ്പാക്കിയതുമായ മുഴുവൻ നടപടികളും നിസ്സായകളും ബുദ്ധിമുട്ടുന്ന സമയത്ത് ഔലിയാക്കളുടെ മസാറുകൾ പോയി അവരുടെ മുമ്പിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഏറ്റുപറഞ്ഞു അവരെ വിചാരിച്ച് അവരോട് പറഞ്ഞ് അവരെ കൊണ്ട് തവസ്സുൽ ചെയ്ത് അവരോട് തന്നെ നേരിട്ട് പറഞ്ഞുള്ള ഇസ്തിശ്ഫാഇ നടത്തി. ഏതു നിലയിൽ നമ്മൾ അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ മുമ്പിൽ കാര്യങ്ങളും പ്രയാസങ്ങളും അല്ലാഹുവിന്റെ ഔലിയാക്കൾ ആണല്ലോ നമ്മുടെ വിശ്വാസം. ഈ വിശ്വാസപ്രകാരം പറയുന്നതിനോ ദുആ ചെയ്യാൻ പറയുന്നതിനോ കാര്യം അവർക്ക് ഏതെങ്കിലും വിധത്തിൽ സാധിപ്പിച്ചു തരാൻ കഴിയുമെങ്കിൽ അങ്ങനെ സാധിച്ചു വാങ്ങുന്നതിനോ
ഏതെങ്കിലും ശുപാർശ കൊണ്ട് കഴിയുമെങ്കിൽ അതിനോ, ഇനി അവരറിയാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മാനിച്ച് നമുക്ക് നൽകുന്നുണ്ടെങ്കിൽ ആ വിധമുള്ള ഇസ്തിശ്ഫാഉ നമ്മൾ നടത്തുന്നത് ശിർക്കല്ല, അതിൽ ശിർക്കിന്റെ ലാഞ്ചനയില്ല. അത് അല്ലാഹുവിന്റെ റസൂൽ ഈ ഉമ്മത്തിൽ കണ്ടിട്ടുമില്ല, പ്രവചിച്ചിട്ടുമില്ല, അതിനെ സൂചിപ്പിക്കുന്ന ഒരൊറ്റ ഹദീസുമില്ല എന്ന് മനസ്സിലാക്കിയാൽ തന്നെ 75 കൊല്ലത്തെ ഞങ്ങളുടെ പരിശ്രമം ഈ ശിർക്കിനെ വിചാരണം ചെയ്യാനാണ്, ഈ ശിർക്കിനെ വിപാടനം ചെയ്യാനാണ് എന്ന് പെരുമ്പറയടിക്കുന്നവർ നിഴലിനോടാണ് യുദ്ധം.